നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രവാസി മലയാളി നാട്ടിൽ മരിച്ചു. കുവൈത്തിൽ പ്രവാസിയായ മുണ്ടൂർ കണക്കുപറമ്പിൽ പൃഥ്വിരാജാണ് നാട്ടിൽ വെച്ചുണ്ടായ അപകടത്തിൽ മരണപ്പെട്ടത്. ഇന്നലെ രാത്രി 11 മണിക്കുണ്ടായ വാഹനാപകടത്തിലാണ് മരണം. കുവൈത്തിൽ ജോലി ചെയ്ത് വരികയായിരുന്ന പൃഥ്വിരാജ് ദുബായിലേക്ക് ജോലി മാറ്റി ലഭിച്ചതിനെ തുടർന്ന് നാട്ടിൽ അവധിക്ക് പോയതായിരുന്നു. പാലക്കാട് ജില്ലയിലെ മുണ്ടൂർ സ്വദേശിയാണ്. UAEയുടെ 54ാമത് ദേശീയ ദിനാഘോഷങ്ങളോടനുബന്ധിച്ച് നിയമലംഘനം നടത്തിയ 49 വാഹനങ്ങളും 25 മോട്ടോർ സൈക്കിളുകളും ദുബായ് പോലീസ് പിടിച്ചെടുത്തു. അപകടകരവും അലക്ഷ്യവുമായ ഡ്രൈവിംഗ് കാരണം 3153 ട്രാഫിക് നിയമലംഘനങ്ങളാണ് പോലീസ് രേഖപ്പെടുത്തിയത്. ദുബായിൽ നിന്നും കോഴിക്കോട്ടേക്കുള്ള വിമാനം 10 മണിക്കൂറോളം വൈകിയത് യാത്രക്കാരെ ദുരിതത്തിലാക്കി. ബുധനാഴ്ച പുലർച്ചെ 3:30 ദുബായിൽ നിന്ന് പുറപ്പെടേണ്ടിയിരുന്ന ഇൻഡിഗോ വിമാനം ഉച്ചയ്ക്ക് 1:30 പുറപ്പെട്ടത്. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള 150ഓളം യാത്രക്കാർ ഇതോടെ വിമാനത്താവളത്തിൽ കുടുങ്ങി. കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ ജില്ലകളിൽ നിന്നുള്ളവരാണ് യാത്രക്കാരിൽ അധികവും. പൈലറ്റിന് അസുഖമായതാണ് വിമാനം വൈകാൻ കാരണമെന്ന് ഇൻഡിഗോ വിശദീകരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് മലയാളിയായ സ്കൂൾ അധ്യാപിക ഒമാനിൽ മരിച്ചു. അടൂർ ഏഴംകുളം പ്ലാവിളയിൽ ഫിലിപ്പ് കോശിയുടെ മകളും കൊല്ലം കടമ്പനാട് എടക്കാട് ചെറുതോപ്പിൽ CK തോമസിന്റെ ഭാര്യയുമായ ചെറുതോപ്പിൽ വീട്ടിൽ ഷീബ തോമസനാണ് മസ്കത്തിൽ മരിച്ചത്. വർഷങ്ങളായി ഒമാനിലെ സ്വകാര്യ ഇന്റർനാഷണൽ സ്കൂളിൽ ടീച്ചറായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു. കഴിഞ്ഞ ദിവസം ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് മസ്കത്ത് റൂവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. അവിടെ വെച്ചാണ് മരണം സംഭവിച്ചത്. റോഡ് അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി വാദി അൽ ബനാത്ത് സ്ട്രീറ്റിൽ ഭാഗിക ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുന്നതായി ഖത്തർ പബ്ലിക് വർക്ക്സ് അതോറിറ്റിയുടെ അറിയിപ്പ്. 2025 ഡിസംബർ 5 ഈ വെള്ളിയാഴ്ച മുതൽ ഡിസംബർ 7 ഞായറാഴ്ച രാവിലെ 5 മണി വരെയാണ് നിയന്ത്രണം. ചൊവ്വാഴ്ചയാണ് ഇത് സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പ് അഷ്ഗാൽ പുറത്തുവിട്ടത്. UAEയിൽ മേഘാവൃതമായ കാലാവസ്ഥയായിരിക്കും അനുഭവപ്പെടുകയെന്ന് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി അറിയിച്ചു. അവധി ദിവസങ്ങൾ കൂടിയതിനാൽ യാത്രക്കാർക്ക് മറ്റും തയ്യാറെടുക്കുന്നവർക്ക് ഇത് നല്ല കാലാവസ്ഥയായിരിക്കും. വരും ദിവസങ്ങളിലും ഇതേ കാലാവസ്ഥ തന്നെ തുടരുമെന്നും അറിയിച്ചു. കൂടാതെ അടുത്ത ആഴ്ചകളിൽ പുലർച്ചെ ഈർപ്പവും കനത്ത മൂടൽമഞ്ഞും ഉണ്ടാകുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കുവൈത്തിലെ അൽ ഖസർ മേഖലയിൽ ഇന്ത്യക്കാരനെ കഴുത്തറത്ത് കൊല്ലാൻ ശ്രമം. സംഭവത്തിൽ ആഭ്യന്തര മന്ത്രാലയം അന്വേഷണം ആരംഭിച്ചു. പരിക്കേറ്റ ഏഷ്യൻ സ്വദേശിയെ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജഹർ ആശുപത്രിയിലെ സുരക്ഷാ ചെക്ക് പോയിന്റിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് 2 ദിവസം മുൻപ് ഇതുമായി ബന്ധപ്പെട്ട് സന്ദേശം ലഭിച്ചിരുന്നു. ദേശീയ ദിന വാരാന്ത്യത്തിൽ ദുബായിൽ തൃശൂർ പൂരം പുനഃസൃഷ്ടിച്ചു. രാജ്യത്തെ നേതാക്കൾക്ക് ആദരവുകൾ അർപ്പിച്ചു. 30,000-ലധികം ആളുകൾ പങ്കെടുത്ത പരിപാടിയിൽ സംഗീത പ്രകടനങ്ങൾ, സെലിബ്രിറ്റികളുടെ അവതരണങ്ങൾ, റോബോട്ടിക് ആനകൾ എന്നിവയുൾപ്പെടെയുള്ള മറ്റ് ആകർഷണങ്ങളുണ്ടായിരുന്നു. കേരളത്തിന്റെ സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന പൂരത്തിന്റെ ഈ ആഘോഷത്തിൽ ചെണ്ടമേളവും ഗജവീരന്മാരുടെ പ്രതീകാത്മക അണിനിരയും വർണ്ണാഭമായ കുടമാറ്റവും അരങ്ങേറി. ദുബായിലെ റിയൽ എസ്റ്റേറ്റ് വിപണിയിൽ വാടക നിരക്കുകൾ സ്ഥിരത കൈവരിക്കുന്നതായി റിപ്പോർട്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കുതിച്ചുയർന്നിരുന്ന വാടക പുതിയ അപ്പാർട്ട്മെന്റുകളുടെയും താമസ സൗകര്യങ്ങളുടെയും വർദ്ധിച്ച വിതരണം കാരണം ഇപ്പോൾ സന്തുലിതാവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. പുതിയ യൂണിറ്റുകൾ വിപണിയിൽ എത്തുന്നതോടെ വാടകയ്ക്ക് എടുക്കുന്നവർക്ക് കൂടുതൽ ഓപ്ഷനുകൾ ലഭ്യമാവുകയും ഇത് വിലപേശലിന് അവസരം നൽകുകയും ചെയ്യുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ലഹരി മരുന്ന് ഉപയോഗിച്ച് വാഹനമോടിച്ച് പൊതുമുതൽ നശിപ്പിച്ച പ്രവാസിയായ 23-കാരന് ദുബായ് കോടതി 25,000 ദിർഹം പിഴ ചുമത്തി. ഡ്രൈവിംഗ് ലൈസൻസ് 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തു. UAE സെൻട്രൽ ബാങ്കിന്റെ അനുമതിയില്ലാതെ പണം കൈമാറുന്നതിൽ നിന്ന് 2 വർഷത്തേക്ക് വിലക്കേർപ്പെടുത്തുകയും ചെയ്തു. ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.